അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വ അലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇഞ്ചക്ഷൻ എടുക്കുക, അതേപോലെ തന്നെ ഗ്ലൂക്കോസ് കയറ്റുക, രക്തം എടുക്കുക, അഥവാ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ പരിശോധിക്കാൻ വേണ്ടി ഷുഗറോ അതേപോലെയുള്ള മറ്റു കാര്യങ്ങൾക്ക് പരിശോധന നടത്താൻ വേണ്ടി രക്തം ഒക്കെ എടുത്താൽ നോമ്പ് മുറിയുമോ ഇല്ലയോ എന്നുള്ള സംശയം ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ അതിൻ്റെ മറുപടി മുറിയില്ല എന്ന് തന്നെയാണ്. എന്താണ് അതിൻ്റെ കാരണം? ശരീരത്തിൻ്റെ ഉൾഭാഗം എന്ന് പറയാൻ ജൗഫ് എന്ന് പേര് പറയുന്നിടത്ത് തടിയുള്ള വല്ല വസ്തുക്കളും പ്രവേശിക്കുന്നത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ നോമ്പ് മുറിയുക എന്ന് പറയുന്നത്. ഇത് വായ, മൂക്ക്, ചെവി, അതേപോലെ തന്നെ മലമൂത്ര ദ്വാരങ്ങൾ, മുലക്കണ്ണ് എന്നീ തുറക്കപ്പെട്ട ദ്വാരത്തിലൂടെ പ്രവേശിക്കുകയും ചെയ്താൽ മാത്രമേ നോമ്പ് മുറിയാൻ സാധ്യതയുള്ളൂ. അതുപോലെ തന്നെ തലച്ചോറ്, വയറ്, ആമാശയം പോലെയുള്ള ഉൾഭാഗത്തേക്ക് വല്ല വസ്തുക്കളും കുത്തിക്കയറ്റിയാൽ നോമ്പ് മുറിയും. നമുക്കറിയാം, അത്തരം ഭാഗങ്ങളിലേക്ക് എന്തെങ്കിലും ഒരു വസ്തു നമ്മൾ കുത്തി ഉള്ളിലേക്ക് കയറ്റുകയാണെങ്കിൽ അത് ഏതെങ്കിലും ചികിത്സാ സംബന്ധമായ രീതിയിൽ ആണെങ്കിൽ തന്നെയും നമ്മുടെ നോമ്പ് ബാത്തിലാകുന്നതാണ്. അതേപോലെ തന്നെ ഞരമ്പിലേക്കോ അതുപോലെ മാംസപേശിയിലേക്കോ ഒക്കെ ഇഞ്ചക്ഷൻ ചെയ്തൽ ഇതിൽ ഉൾപ്പെടാത്ത കാര്യമാണ്. അതിനാൽ ഇഞ്ചക്ഷനോ അത് മസിലിലേക്കായിക്കോട്ടെ ഞരമ്പിലേക്കായിക്കോട്ടെ ഏത് രൂപത്തിലാണെങ്കിലും ഇഞ്ചക്ഷൻ എടുത്താൽ ആ ഇഞ്ചക്ഷൻ കൊണ്ട് നമ്മുടെ നോമ്പ് ബാത്തിലാകില്ല എന്ന് മനസ്സിലാക്കുക. നമ്മുടെ എന്തെങ്കിലും ടെസ്റ്റുകൾക്ക് വേണ്ടി ബ്ലഡ് നമ്മുടെ ഞരമ്പിൽ നിന്ന് കുത്തിയെടുത്താലും നമ്മുടെ നോമ്പ് മുറിഞ്ഞു പോകില്ല എന്ന് മനസ്സിലാക്കണം. അത് പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നോമ്പുകളൊക്കെയും കബൂലാക്കുകയും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.